അനധികൃതമായി സേവനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ 51 ഡോക്ടേഴ്സിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ഉത്തരവിട്ട് സർക്കാർ. പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിക്കാത്തവരെയാണ് നീക്കം ചെയ്തത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, വിവരങ്ങൾ. ഉന്മേഷ സർക്കാരിനെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു തീരുമാനമാണ്. ആരോഗ്യ മേഖലയിൽ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ്, അത്തരത്തിൽ ആൾക്ഷാമം കാര്യമായി തന്നെ ഉണ്ട് എന്ന് ഡോക്ടേഴ്സ്, വിവിധ ആരോഗ്യ സംഘടനകളൊക്കെ ഉന്നയിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു സത്വര നടപടി ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 51 ഡോക്ടർമാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അത്തരത്തിൽ ഉത്തരവിട്ടതായി വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പലതവണ ഇവർക്ക് അവസരം നൽകിയതായി വ്യക്തമാക്കുന്നുണ്ട്. സർവീസിൽ പ്രവേശിക്കുന്നതിന് എന്നിട്ടും ഇവർ താല്പര്യം പ്രകടിപ്പിക്കാത്തതിനെ തുടർന്നാണ് കർശനമായ നടപടിയിലേക്ക് കടന്നത്. അനധികൃതമായി ജോലിക്ക് ഹാജരാക്കാത്ത ജീവനക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനും കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും വകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. അതുമാത്രമല്ല, ഇത്രയധികം നാളുകൾ ഇവരിങ്ങനെ സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഈ വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും കൂടുതൽ ജീവനക്കാർ വകുപ്പിൽ എത്താതിരിക്കുന്നതിന്, അത് സേവന തൽപരരായ ആളുകളെ തടയുന്നതിനും ഇവരുടെ ഈ നടപടി കാരണമായി എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയാണ് ഈ കർശന നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.